സരിതയോ? സരിത ഇങ്ങോട്ട് വരരുതായിരുന്നു. വിവരങ്ങൾ രേഖ പറഞ്ഞില്ലേ? ബാലേട്ടൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് ഇത്ര വെറുപ്പാണോ? സ്നേഹമുള്ളതുകൊണ്ടാണ് സരിത എന്നിൽ അകറ്റുന്നത്. ബാലേട്ടൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസവും അവിശ്വാസവും എല്ലാം പരിധികൾക്കപ്പുറം ചിന്തിക്കുന്നവർക്കാണ്. ഞാൻ എന്റെ പരിധിയെപ്പറ്റി ബോധവാനാണ്. സരിത പോകൂ. ഈ കൂടിക്കാഴ്ച അവസാനത്തായിരിക്കട്ടെ. ബാലേട്ടൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. ഈ കൂടിക്കാഴ്ച അവസാനത്തേതായിരിക്കട്ടെ. പക്ഷെ നാളെ രാവിലെ ഉണരുമ്പോ ബാലേട്ടനെ സ്നേഹിച്ചൊരു പെണ്ണിന്റെ മരണവാർത്ത ബാലേട്ടൻ കേൾക്കും. അപ്പൊ അവക്ക് വേണ്ടി 2 തുള്ളി കണ്ണീരെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള സന്മനസ് ബാലേട്ടനുണ്ടാവുമല്ലോ. സരിതേ, ചേട്ടനെന്തിനാ പാവത്തിന് ചേർത്ത് വെച്ചുകൊള്ളി? നിന്റെ അമ്മയുടെ പെണ്ണമക്കാൻ വഴി വിടുന്നു. ഇനിയെങ്കിലും നന്നാകുമെന്ന് കരുതി എങ്ങോട്ട് വിളിച്ചുകൊണ്ടുണ്ട്. ഇവിടെ വന്നിട്ട് അവൾ അഴിഞ്ഞാട്ടം തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലെങ്കിലും അവനെ പ്രേമിക്കാനറിയാം. എന്താ മോളെ ഇത്? നീ ഇനിയും ഗുണം പിടിക്കാനുള്ള ലക്ഷണമില്ലേ? ഇവള് കാരണം ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാവും അല്ലേ? സുകുമാരൻ നായരും നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. ഇനി മേലാൽ ഈ വീട് വിട്ട് പുറത്തുപോയാൽ അടിച്ചതിന് മുട്ടിയാൻ ഒടിക്കും. ഒരു 2ാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്നു. പൊട്ടക്കണ്ണനായാലോ? അതെന്റെ ഇഷ്ടം. പൊട്ടക്കണ്ണനായാലും ഞുണ്ടിയായാലും കൂടെ ജീവിക്കാൻ പോകുന്ന ഞാനാണ്. അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ നില തുടർന്നാൽ എനിക്ക് മറ്റു പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. പട്ടിണിയായാലും കയറിക്കിടക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട്. കടം ചലിക്കായടി. അല്പം പഠിപ്പ് കൂടിയതുകൊണ്ട് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. മോളെ, അമ്മയ്ക്കൊരിത്തിരി സമാധാനം താടി. അമ്മേ, ഞാൻ അവസാനമായി പറയാണ്, എന്റെ കല്യാണത്തെപ്പറ്റി ആലോചിക്കാണ്. അത് ബാലേട്ടനെ ആലോചിച്ചാൽ മതി. ഒരു നേരത്തെ ആഹാരം തരാനുള്ള കഴിവ് പോലും അവനില്ലല്ലോ. എനിക്കെങ്ങനെയും ജോലി കിട്ടും. എന്റെ ശമ്പളം കൊണ്ട് ഞാനും ബാലേട്ടന് സുഖമായി ജീവിക്കും. എന്നെക്കുറിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച് വളർത്തിയത്. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ. ഇതാ ബാലുമമ്മി ചോക്ലേറ്റ്. ഇന്ന് എന്താ വിശേഷം അറിയാവോ? ഉണ്ണിക്കുട്ടി പറഞ്ഞാലേ അറിയൂ. ഇന്ന് എന്റെ പെരുന്നാളാ. ആണോ? സദ്യയൊക്കെ ഗംഭീരായിരിക്കുമല്ലോ അല്ലേ? ക്ഷണിക്കാനും കൂടിയാ മിനിക്കുട്ടി വന്നത്. അമ്മുമ്മയും ചേച്ചിയും എല്ലാരും കൂടി മിനിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരണം. ബാലുമമ്മി, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. മാമ വരുന്നില്ല, മോള് വെക്കോ? അത് പറ്റില്ല, മാമയും കൂടി വരണം. വരും മാമേ.
മാമ കുളിച്ചതാ, മോള് കുളിച്ചില്ലേ? അയ്യേ, ബാലുമാമി ഒരു മണക്കൂസ. പിറന്നാളായിട്ട് ആരെങ്കിലും കുളിക്കാതിരിക്കുവോ? എന്നാ നമുക്ക് കാലും മുഖവും ഒക്കെ കഴുകാം. ആ കഴിയാം. എന്റെ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നമ്മുടെ മനസ്സൊന്നാണ് ബാലേട്ട. അത് വേർപെടുത്താൻ ഇനി ആരെ കൊണ്ട് കഴിയില്ല. ദേവി, ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തരണേ. അയ്യോ അമ്മേ, സൂക്ഷിച്ചിറങ്ങണേ. അമ്മേ, അതൊക്കെ ആയിരിക്കും. ഇതൊക്കെ കയറിക്കും. അയ്യോ അമ്മേ, അമ്മേ, മോള് വീട് നോക്കിക്കോ. ചേച്ചി ആശുപത്രി കൊണ്ടുപോവാ. അമ്മ ഞാനും കൂടെ വരാം. അമ്മേ, എല്ലാവരും കൂടെ പോയാലേ വല്ല ഉണ്ടാക്കി കഴിക്കണ്ടേ? അതോ ആ പോവാ. ചേച്ചി പ്രസവിച്ചു. ആൺകുട്ടിയാ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചോറും കറി എടുത്തു വെച്ചിട്ടുണ്ട്. ആ, ഞാൻ ആകെപ്പാടെ വേർത്ത് മാറിയിരിക്കുക. കുളിച്ചിട്ട് വരട്ടെ. എന്നോട് ക്ഷമിക്കേ. ഇയാളെ വിശ്വസിച്ച് ഇനിയും 2 ദിവസം ഇവിടെ എങ്ങനെ കഴിയാ? എനിക്ക് മുൻകൂട്ടി സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാ നിന്നെ കൂട്ടിന് വിളിച്ചത്. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ. ഓ എന്റെ ഈശ്വര. നോക്കൂ സരിതേ, ഒന്നുകിൽ ചേച്ചിക്ക് കൂട്ടിന് ആശുപത്രിയിൽ പോയി നിൽക്ക്, അല്ലെങ്കിൽ അവർ വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര്. ഇനി ഇവിടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. അമ്മ വന്നില്ലെങ്കിലും ഞാൻ പോകും. അല്ല, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ? നിന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയാം. എന്താ ചന്ദ്ര ഇതൊക്കെ? മനുഷ്യരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ? ആ, എന്താ? എന്ത് പറ്റി? നിനക്കൊന്നും അറിയില്ലേ? ആ, അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതിനിപ്പോ ചാവാൻ പറ്റൂ? പറയുമ്പോ എളുപ്പമാ, പക്ഷെ തകരുന്നതൊരു ജീവിതമാ. അവളുടെ ചേട്ടനും അച്ഛനും എല്ലാം നീയാ. ആ നീ ഇങ്ങനെ ആയാലോ? അമ്മ എന്താ തീരുമാനിക്കുന്നത്? മോളെ സരള ഇതൊന്നും അറിയണ്ട. നിങ്ങൾ 2 പേരും എന്റെ വയറ്റിൽ ജനിച്ചു പോയില്ലേ? ഉടനെ പോയാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. ഏതായാലും ഈ ആശുപത്രി വിട്ട് വീട്ടിൽ ചെല്ലട്ടെ. എന്നിട്ട് നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം, കേട്ടോ? ഏതായാലും അവരുടെ മനസ്സ് 2 ഒന്നായി കഴിഞ്ഞു. പിന്നെന്തിനാ ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത്? നിങ്ങൾ എപ്പോ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാ. ചന്ദ്രശേഖരന് ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്നാണ് അറിഞ്ഞത്. ആരുടെ താല്പര്യവും ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതങ്ങ് നടത്താം. ബാലൻ ഇവിടെ, അവനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് തീയതി നിശ്ചയിച്ച് കളയാം. ബാലേട്ടന്റെ ഈ ഫോട്ടോ ഞാനെടുക്കും. എനിക്ക്
എനിക്ക് എപ്പോഴും ബാലേട്ടനെ കണ്ടോണ്ടിരിക്കണം. ബാലേട്ടൻ ഇനി എപ്പോഴാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക? എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്നോട് യാത്ര പറയാൻ തുടങ്ങി. മിണ്ടാതിരുന്ന് കേൾക്കാനല്ലേ എനിക്ക് കഴിയൂ. ക്ഷണിക്കാതെ കടന്നു വന്ന അതിഥി വിരുന്നിന് മുമ്പ് പിരിഞ്ഞു പോകുന്നു. ബാലേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? എന്നെ വേദനിപ്പിക്കാനാണോ നീ സ്നേഹമൊന്നും പറഞ്ഞു വന്നത്? ഇല്ല ബാലേട്ട, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞങ്ങൾ ഇവിടം വിട്ട് പോകുന്ന എന്തിനെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. മോനെ, നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നും പറഞ്ഞാ മാധവിയമ്മ വന്നിരിക്കുന്നത്. കല്യാണമൊക്കെ എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞിട്ട് മതി. അപ്പോഴേക്ക് മൂത്ത് നരച്ചൊന്നു വരും. ആ, നമ്മൾ നാളെ പോകുന്ന കാര്യം ബാലനോട് പറഞ്ഞു. എന്നാ ബാല, നമുക്ക് പുറപ്പെടാം. ചന്ദ്രൻ വരേണ്ട സമയമായി. നിങ്ങൾ തമ്മിലുള്ള പിണക്കവും തീർത്ത് നമുക്ക് ഈ കല്യാണക്കാര്യം സംസാരിക്കാം. ഞാൻ പറഞ്ഞോ? ചേട്ടൻ എന്നോട് വെറുപ്പാണ്. അതൊക്കെ നിന്റെ തോന്നല. മോൻ പുറപ്പെട. ചെല്ലു മോനെ, എന്നായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ. മോനെ, അങ്ങനെ മനസ്സിലായടാ? അങ്കിളല്ല, കൊച്ചച്ചൻ. മോനെ മോനെ ചന്ദ്രനെ ഇനിയും കണ്ടില്ലല്ലോ. വരേണ്ട സമയമായി. മോനെ എഞ്ചിര കുട്ട, മോനെ 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 എന്തിനാ മോനെ? എടീ, ആര് പറഞ്ഞത് ഈ പൊട്ടക്കന്റെ കയ്യിൽ എന്റെ കുഞ്ഞിനെ കൊടുക്കാൻ? ചേട്ടാ, എന്റെ കുഞ്ഞിനെ കുരുടനാക്കാനായിരിക്കും. നീ എന്തിനാണ് ഇവിടെ വന്നത്? ചന്ദ്ര, ബാലനെ ഞാനാണ് വിളിച്ചോണ്ട് വന്നത്. അല്ല, ഇതുപോലെ ശത്രുണ മറ്റുമാണോ കണ്ട തെണ്ടികളൊക്കെ പിടിച്ചു കയറ്റാൻ? ചേട്ടാ, ഇത് ചേട്ടന്റെ വീട് തന്നെയാണ് എന്ന് വെച്ച് മറ്റുള്ളവർ മനുഷ്യരാണെന്ന് കരുതണം. എന്റെ സംസ്കാരം ഇത്രയ്ക്കേ ഉള്ളൂ. ഇഷ്ടമില്ലാത്തവർക്ക് ഇറങ്ങി പോകാം. ഇതിലും വലിയ സംസ്കാരം നിങ്ങൾ കണ്ടവളാണ് ഞാൻ. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. സരിതേ, നീ ഇനി ഒന്നും മിണ്ടരുത്. വയ്യമ്മേ, ഇനി സഹിക്കാൻ വയ്യ. ഇതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ?